ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ബാസ്ക്കറ്റ് ബോൾ കളിച്ച് നല്ല ക്ഷീണിച്ച് വരുമ്പോൾ ഇതാ നല്ല ചൂടോട് ഉള്ളിവടയും നല്ലൊരു പഴം ജ്യൂസും. ഓഫ്, എന്താ അതൊരു വേറെ ഫീൽ തന്നെയാണ്. കാരണം അത്രയും ക്ഷീണിച്ച് വരുമ്പോൾ ഇത് കിട്ടുമ്പോഴുള്ള ഒരു സുഖം എൻ്റെ പൊന്നെ. അപ്പോൾ ഈ ഒരു ഇത് എനിക്ക് ഒരാഴ്ചയായിട്ട് കിട്ടിയില്ലായിരുന്നു. ഞാൻ ഒരാഴ്ച ഇതാ അവിടെ ഒറ്റയ്ക്കായിരുന്നു. അവളിപ്പോൾ നാട്ടിൽ അമ്മേനെ കൊണ്ടാക്കാൻ പോയിട്ട് ഇന്ന് രാവിലെ എത്തിയത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസും അങ്ങനെ ഇടാറില്ലായിരുന്നു. അവളില്ലാണ്ട് എന്തോന്ന് ഇടാനാണ്. അപ്പോൾ അവളുണ്ടെങ്കിലേ ഉള്ളൂ എൻ്റെ യൂട്യൂബ് ചാനലുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുറേ ദിവസമായിട്ട് അങ്ങനെ വീഡിയോ ഇടലിലേക്ക് കുറേ കമൻറ്റും വന്നിരുന്നു, എന്നോട് ചോദിച്ചിരുന്നു കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട് എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ വീണ്ടും അവൾ ഇന്ന് രാവിലെ എത്തിയപ്പോൾ പിന്നെയും അടുത്ത വീഡിയോസ് വീണ്ടും സ്റ്റാർട്ടായതാണ്. ഇതപ്പോൾ മുന്നേ അവൾ പോയുള്ള ടൈമിലാണ് ഞാൻ നൈറ്റ് മധുരക്കിഴങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഒറ്റയ്ക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ സക്സസ് ആയി ഉണ്ട് കേട്ടോ, കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയാലും കഴിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ്. അപ്പോൾ രാത്രി ഞാൻ ചോറുണ്ടാക്കില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ അരി വെള്ളത്തിലിട്ട് ചോറുണ്ടാക്കും. ബാക്കി കറി അവിടുന്ന് ഞങ്ങളെ ലങ്കറിൻ്റെ കൂടെയുള്ള ആൾ കൊണ്ടുതരും. ബാക്കി ചോറ് മാത്രം ഞാൻ ഇവിടെ വെക്കും. അവിടുത്തെ അരി എനിക്ക് അത്ര പറ്റില്ല. ഞങ്ങൾ പച്ചരിനോടുള്ള ചോറാണ് അവിടുന്ന് കിട്ടുക. അതുകൊണ്ട് ആ അരി അത്ര പറ്റാത്തതുകൊണ്ട് മുന്നേ എമ്മച്ചിൽ നിന്നപ്പോൾ അത് തന്നെയായിരുന്നു കഴിക്കൽ. പക്ഷെ ഇപ്പോൾ ഇവിടെ ക്വാർട്ടറിൽ നിന്നപ്പോൾ അതിൻ്റെ ശീലം മാറി പുറത്തുനിന്ന് അരി വാങ്ങിയിട്ട് വെച്ചുണ്ടാക്കലാണ്. അപ്പോൾ ഇന്ന് ചോറ് വേണ്ടാന്ന് കരുതി ഇവിടെ ഒരു മധുരക്കിഴങ്ങ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ അടുത്ത് നല്ല ചൂടാക്കിയാൽ മതി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു തന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പം നമ്മളെ കൊണ്ടും ഈ കുക്കിങ്ങൊക്കെ പറ്റുന്ന പരിപാടിയാണ്. ഈ കറി ഇതൊന്നാണ് തീരെ നമുക്ക് പറ്റാത്തത്. അപ്പോൾ ചോറ് വെക്കും, പിന്നെ അതിന് ഓംലേറ്റ് തന്നെ ഞാൻ ഇവിടെ പൊരിക്കും, ഓംലേറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ബാക്കി വലിയ നമ്മളെ കൊണ്ട് കറി ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ പാചകമൊക്കെ നമ്മളെ കൊണ്ടും പറ്റും. അപ്പോൾ ഒന്ന് മധുരക്കിഴങ്ങ് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയില്ല കേട്ടോ, അടിപൊളിയാവും. അവൾ ഉണ്ടാകുമ്പോൾ ഈ കുക്കിങ്ങിൻ്റെ ഒന്നും കഷ്ടപ്പാട് ഞാൻ അറിഞ്ഞില്ല. അവളെ ഒന്ന് ചെറുതായിട്ട് സഹായിച്ചു കൊടുക്കലേ ഉള്ളൂ, വല്ല പാത്രം കഴുകിയല്ല എന്തെങ്കിലും അരിഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോൾ സ്വന്തമൊക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വില അറിയുന്നത്. അവളപ്പോൾ നാട്ടിൽ പോയപ്പോഴാണ് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്വന്തമൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ എത്രത്തോളം മെനക്കെടുണ്ട് എന്ന് അറിയുന്നത്. ഇതാ കുറച്ച് വേവ് കൂടിപ്പോയോ എന്നറിയില്ല. ഞാൻ കുക്കറിലിട്ടായിരുന്നു, 2-3 വിസിൽ കൂടുതലായിപ്പോയി. എന്നാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതാ കാണുമ്പോൾ തന്നെ അറിയാം.